ചമനെ ഗിരീഷ് വേണന വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കാക്കനാടാണ്. ഒരു സിനിമയുടെ പൂജയുടെ ചടങ്ങിനെത്തിയുണ്ട്. അപ്പൊ സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഈ സിനിമാ വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിക്കട്ടെ. നമസ്കാരം അവിടെ സാറേ, നമ്മുടെ ആ സിനിമാ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാമോ? സിനിമാ വിശേഷം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂവിയാണ്. ആദ്യത്തെ കള്ളന്മാരുടെ വീട് എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ് സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനാണ്. ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും സബ്ജക്റ്റാണ്. ചിരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇൻഹരിയർ നഗർ അതുപോലുള്ള ഒരു ഒട്ടുമിക്ക സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ചിരിപ്പിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അത് ചിരിക്കാനേ ആളുകൾക്ക് സമയമുള്ളൂ. കരയാനൊന്നും ആർക്കിപ്പോൾ ടൈമില്ലാന്ന് പല സിനിമകളും നമ്മളെ തെളിയിച്ച് കാണിക്കുന്നുണ്ട്. എങ്കിൽ കരയാൻ ഒരു സബ്ജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കരയാനും മലയാളികൾ തയ്യാറാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് യാതൊരുവിധ മടികളുമില്ല. അപ്പോൾ നമ്മളിനി ചിരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ കൊടുത്ത് രംഗത്ത് വരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണോ? പുതുമുഖങ്ങളൊന്നും അല്ല. ഇപ്പോൾ ഒരുവിധം അത്യാവശ്യ ആർട്ടിസ്റ്റുകളുണ്ട്. ഇനി ഇതിൽ വരാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. കാരണം വേറെ ഷൂട്ട് തിരക്കുകളൊക്കെ ആയിട്ട് തിരക്കിലുള്ള സുധീർ കരമണ പോലുള്ള പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ ഇനി വരാനുണ്ട്. പിന്നെ കോമഡി ആർട്ടിസ്റ്റുകൾ ഒത്തിരി വരാനുണ്ട്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ടൗണിലേക്ക് കഥ ചേഞ്ച് ആകും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഫസ്റ്റ് ഹാഫ് വരുന്നത് നമുക്ക് മൊത്തം ഒരു ഗ്രാമത്തിൽ സാധാരണ ചെറുകിട കുടുംബത്തിലുണ്ടാകുന്ന സിറ്റുവേഷനുകൾ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അവിടെ പോകുമ്പോഴും അവിടെ സെൻറ്റിമെൻറ്റും ഉണ്ട്, ചിരിയും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരാൾക്കും ഒരു 5 മിനിറ്റ് പോലും ബോറടിക്കില്ല. ആ രീതിയിലാണ് ഇതിനെ നമ്മൾ മാച്ച് ചെയ്ത് അതെ, ഒരേ ഒറ്റ ഹൈപ്പിലാണ് കയറുന്നത്. പിന്നെ അത്യാവശ്യം 2-3 സോങ്ങുകളുണ്ട്. സംഗീതമൊക്കെ ചെയ്യുന്നത് നല്ല അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ മിനീഷ് തമ്പാൻ, പിന്നെ ദക്ഷിണ, പിന്നെ നമ്മളറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് ഇതിൽ വരികൾ പാടുന്നത്. പിന്നെ നമുക്ക് പിന്നെ പരിചയമുള്ള കുറേ കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളതിൽ മൊത്തം വിശേഷങ്ങളിലുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ കലാകാരന്മാർക്കും നമ്മൾ പരമാവധി ഉൾക്കൊള്ളിപ്പിക്കാനും നമ്മളിതിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഷൗക്കത്ത് മംഗലാമേന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ DOP വന്ന് സെൽവരാജ് ആർമുഖം ഇവിടെ ഉണ്ട്. പിന്നെ ഷിജിൻ ചേട്ടൻ PR വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കലാകാരന്മാർ, നായികന്മാർ എല്ലാവരെയും നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ യാത്ര ഗംഭീരമായൊരു യാത്രയായിരിക്കും. ഇതിലെവിടെ ഒരു തടസ്സം ആരും ഉണ്ടാവില്ല, ഉണ്ടാകാൻ സമ്മതിക്കില്ല. Everybody, let's go. It's a new era. Just got to realize we're just the same. Yeah, look over there. He looks different, she looks different. Not anymore. പുതിയൊരു ഉദയത്തിൻ തിരികൾ കൊളുത്താം. അരങ്ങിൽ കളരി കഥയത് പാടാം. ചുരികകൾ പറക്കണ കളികളും കാണാം. നെഞ്ചിലിരിക്കും സങ്കടമെല്ലാം പുഞ്ചിരിയാക്കി മാറ്റണം ഞങ്ങൾ. ഇവരൊരു പുലിയ കല്ലൻ സീന ആരെങ്കിലും ഉണ്ടോ?
ഡയറക്ടർ സാറ് പറഞ്ഞത് അതുപോലെ ഇതിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിച്ചേക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിനിമയും ലോകമെമ്പാടും അങ്ങോട്ട് വൈറലാക്കിയേക്കണ്ട. ഓക്കെ, ബൈ.